അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ واغفر لنا ما مضى يا واسع الكرم يا سيدي سندي غوثي ويا مددي كل ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني. ബഹുമാനമുള്ള ഖുത്ബുസ്സമാൻ തവ്വറല്ലാഹു അംറ മഹാനുഭാവന്റെ ഖലീഫമാരെ, പണ്ഡിത ശ്രേഷ്ഠരെ, ജ്യേഷ്ഠാനുജന്മാരെ, സത്യവിശ്വാസികളെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, ശ്രോതാക്കളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ വിധിയുണ്ടായി. നാളെ സ്വർഗലോകത്തും സംഗമിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസാനം അള്ളാഹുവെ കാണാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ വിജയികളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജീലാനി സ്റ്റഡി സെന്റർ സംസ്ഥാന വ്യാപകമായി മൗലിദ് ആരാധനയിലെ ബിദ്അത്തും വരികളിലെ ശിർക്കും എന്ന ശീർഷകത്തിൽ ഒരു ക്യാമ്പയിൻ ആചരിച്ചു വരികയാണ്. പ്രസ്തുത ക്യാമ്പയിൻ്റെ ഭാഗമായി ഈ പ്രദേശത്തെ ജീലാനി സ്റ്റഡി സെന്ററിൻ്റെ പ്രവർത്തകന്മാർ സംഘടിപ്പിച്ച സംഗമത്തിലാണ് നാം ഒക്കെയുള്ളത്. ഇത് സംഘടിപ്പിച്ച സഹോദരന്മാർക്ക് അല്ലാഹു ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ സഹോദരന്മാർ വളരെ ശ്രമകരമായി സംഘടിപ്പിച്ച ഈ പരിപാടിയിലൂടെ അതിൻ്റെ ലക്ഷ്യം സമ്പൂർണമായി സാധൂകരിക്കുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു നമ്മുടെ ഈ സംഗമം മാറ്റുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സയ്യിദുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം. ഈ മാസം സമാഗതമാകുമ്പോൾ കേരളത്തിൽ ചില ആളുകൾ മൗലിദാഘോഷത്തെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുക എന്ന പ്രവർത്തനം സാധാരണമായി ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ മൗലിദ് ആരാധനയിലെ ബിദ്അത്തും വരികളിലെ ശിർക്കും എന്ന ശീർഷകം നൽകാൻ കാരണം
മൗലിദിനെ, നബിദിനാഘോഷത്തെ അല്ലെങ്കിൽ മൗലിദ് പാരായണത്തെ ഒക്കെ സംബന്ധിച്ച് മോശമായ പരാമർശങ്ങളും അവതരണങ്ങളും നടത്തുന്ന ആളുകൾ സാധാരണ പറയാറ് മൗലിദ് ഒരു ആചാരമാണ്, ആരാധനയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത ഒരു ആചാരം ഉണ്ടാക്കുക വഴി ആ ആചാരം അനാചാരമാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്ന വിധത്തിലാണ് ചിലർ വിശദീകരിക്കാറ്. മൗലിദിലെ വരികളിൽ ശിർക്ക് പരാമർശമുണ്ട് എന്നും അവർ പറയും. ഏതാനും കവിതകളൊക്കെ, അറബി പദ്യങ്ങളൊക്കെ അതിന് സാമ്പിൾ എടുത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഉമ്മത്ത് മുസ്ലിമ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിനെ വികലമായി വിശദീകരിച്ച് മലിനമാക്കുന്ന ഈ ഏർപ്പാട് ഇനി തുടരുന്നത് ഉമ്മത്തിനെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുപോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വിഷയം വസ്തുനിഷ്ഠമായ ഒരു വിശകലനത്തിന് വേണ്ടി ഞങ്ങൾ തയ്യാറായിരിക്കുന്നത്. മൗലിദിനെ കുറിച്ച് സാധാരണ ഇവർ പറയാറ് അത് ബിദ്അത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത കാര്യം ബിദ്അത്താണ്. ഒരു ആചാരമാകുമ്പോ അത് ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് പഠിപ്പിച്ചിരിക്കണം. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും അൽ ഇസ്ലാമ ദീന. പരിശുദ്ധമായ ദീൻ അത് സമ്പൂർണമായും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാതൊന്നും വിട്ടേച്ചു പോയിട്ടില്ല, ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല. ആചാരങ്ങൾ അഖിലം പരിശുദ്ധ റസൂൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് വല്ലതും കൊണ്ടുവരികയാണ് എങ്കിൽ അത് ബിദ്അത്താണ്. ബിദ്അത്തുകളെല്ലാം ലലാലത്താണ്, നാശകരമാണ് എന്നാണ് അവർ പറയാറ്. ഒന്ന്. അതുപോലെ മൗലിദിൽ ചില വരികളുണ്ട്. ആ വരികളിൽ ഇസ്ലാം അംഗീകരിക്കാത്ത ആശയങ്ങളാണുള്ളത്. ഒന്ന്, ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസരിൻ വഅദത് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പൊറുക്കലിനെ ചോദിക്കുന്നു എന്നാണ് അവർ പറയാറ്. നാം ആ അർത്ഥത്തിൽ തന്നെ അവരുടെ വാദം ഏതാണോ അതാണ് എടുക്കുന്നത്. ലേഖ അഷ്കു എന്ന് പറഞ്ഞ് അതിന്മേലൊന്നും കെട്ടിപ്പിടിച്ച് അതങ്ങനെയല്ല, ഒന്നും പറയുന്നില്ല. നിങ്ങൾ അത് അർത്ഥം വെച്ച് ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസരിൻ വഅദത് ലേഖ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പൊറുക്കലിനെ ചോദിക്കുകയാണ് ഈ കവിതയിൽ, മങ്കൂസ് മൗലൂദിലുള്ള ഈ വരികളിലുള്ളത്. അതുപോലെ തന്നെ ഷറഫുൽ അനാം മൗലിദിലുള്ള അഷ്റക ബൈത്ത് അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീറു എന്നുണ്ട്. ഇവിടെ ഏതോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ വന്ന് പ്രസംഗിച്ചു എന്ന് കേട്ടു. പ്രഭാഷണത്തിനും മറ്റുമൊക്കെ നേതൃത്വം കൊടുത്ത ആ മാന്യദേഹം പോലും ഈ വരികളാണത്രേ സുന്നീന്ന് പോകാൻ അദ്ദേഹത്തിന് പ്രേരകമായത്.
അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലക്കൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നസീറു എന്ന വരിയിൽ അബ്ദുക്കൽ മിസ്കീനു യർജു, നബിയെ അങ്ങയുടെ അടിമ എന്ന പരാമർശമുണ്ട്. നാം ഒക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ്. പരിശുദ്ധ റസൂലിൻ്റെ അടിമകൾ എന്ന് പറയുന്നത്, അടിമ എന്ന് പറയുന്നത് ശരിയല്ല. അത് തനിച്ച അനിസ്ലാമികമായ പാരമ്പര്യമാണ് എന്ന രീതിയിലാണ് അവരൊക്കെ അവതരിപ്പിക്കാറ്. വേറെയും ചില വരികൾ. എന്താണ് ആ വരികൾ ഉൾക്കൊള്ളുന്നത്, അതേക്കുറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതുപോലെ തന്നെ എന്തോ ഇവിടെ ഈ ഭാഗത്ത് ലൈലത്തുൽ ഖദ്ർ സംബന്ധിയായി ചിലതൊക്കെ ചോദ്യവും പറച്ചിലൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രസംഗം അവസാനിക്കുമ്പോൾ അതിനൊക്കെ ഇൻഷാ അല്ലാഹ് പരിഹാരമുണ്ടാകും. എൻ്റെ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട സഹോദരന്മാർ എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ ശാന്തമായി ഒന്ന് ആലോചിക്കാനും നിങ്ങൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പ്രമുഖരായ നേതാക്കന്മാർ, വൈജ്ഞാനികമായി ഉയർന്നു നിൽക്കുന്ന നേതാക്കന്മാർ, എന്തെങ്കിലും കശപിശ പറഞ്ഞ് തടി ഊരുന്ന ആളുകളല്ല, വിവരമുള്ള നിങ്ങളുടെ നേതാക്കളോട് ഇന്നത്തെ ഈ പ്രസംഗത്തിൽ പരാമർശിച്ച വിഷയം നിങ്ങൾ പോയിട്ട് അന്വേഷിക്കാം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആചാരവും അനുഷ്ഠാനവും ഒക്കെ ഏത് രീതിയിലാണ്, എങ്ങനെയാണ് എന്നൊക്കെ വാശി ഒഴിവാക്കി നമുക്കൊക്കെ രക്ഷപ്പെടണം, ആഖിറത്തിൽ വിജയിക്കണമെന്ന് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കുക. പല സഹോദരന്മാരും ഉണ്ടാവും ഗൾഫ് പോയി കുറച്ചാലങ്ങനെ ഒഴിഞ്ഞിരുന്നപ്പോൾ ഏതെങ്കിലും 1-2 കേസറ്റ് കിട്ടിയിട്ടുണ്ടാവും. അത് കേട്ടിട്ട് ആ കേസറ്റ് തന്നെയാണ് ദീനി എന്ന് മനസ്സിലാക്കി മുജാഹിദ് പ്രസ്ഥാനം ശരിയെന്ന് വിശ്വസിച്ച് പോയ ആളുകളുണ്ടാകും. നാം അവരെ ആക്ഷേപിക്കുന്നില്ല, അവരോട് സഹതാപമാണ് നമുക്കുള്ളത്. അത്തരം ആളുകളും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സജീവമായി രംഗത്തുള്ള സഹോദരന്മാരുമൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കണം. അങ്ങനെ ചോദിക്കണം എന്ന് പറയാൻ കാരണം, മുമ്പ് മാലമൗലിദുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിനെ എതിർത്തുകൊണ്ട് പരാമർശമുണ്ടായപ്പോൾ ചില സുപ്രധാനമായ പോയിന്റുകളിൽ വെച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും തലതൊട്ടപ്പന്മാരായി പരിചയപ്പെടുത്തപ്പെടുന്ന ആളുകളുമായി വൈജ്ഞാനികമായ ഒരു സംവേദനം നടന്നപ്പോൾ സംഭവിച്ചത്, അവരുടെ പ്രവർത്തകർ, അവരുടെ നേതാക്കന്മാർ പറഞ്ഞത്, നമ്മുടെ പ്രവർത്തകന്മാർ ഖുർആനും സുന്നത്തും വന്ന് അതിലിങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ അതിന് വ്യക്തമായി മറുപടി പറയാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥ വന്നു. വമ്പിച്ച ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു എന്ന്. നിങ്ങൾ പിളരലല്ല നമ്മുടെ ഉദ്ദേശം, നിങ്ങൾ ശരിയായ ദിശയിലേക്ക് മാറി ചിന്തിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാക്കുക എന്നതാണ് ഇത്തരം വൈജ്ഞാനികമായ ചർച്ചകൾ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ആ വിധത്തിലാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുജാഹിദ് പ്രസ്ഥാനം ധാരാളം ഗ്രൂപ്പുകളുണ്ട്, ധാരാളം ഗ്രൂപ്പുകൾ. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ആശയപരമായി 2ആയി വിഭജിക്കപ്പെട്ടു. മടവൂർ വിഭാഗം, അതുപോലെ മരണപ്പെട്ട AP അബ്ദുൽ ഖാദർ മൗലവിയുടെ പേരിൽ AP വിഭാഗം. ചില ആളുകൾ പറയും ഈ പിരിയുന്നത് 2 സമ്മേളനത്തോടു കൂടിയാണ് സമ്പൂർണമായ ഇവരുടെ പിളർപ്പ് വരുന്നത്. മടവൂർ വിഭാഗം കോഴിക്കോട് വെച്ച് സമ്മേളനം നടത്തിയത് വഴി
അവരെക്കുറിച്ച് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തപ്പെടാൻ വേണ്ടി കോഴിക്കോട് സമ്മേളനം നടത്തിയ മുജാഹിദ് എന്ന് ആ രണ്ട് പദം എടുത്തിട്ട് കോമു മുജാഹിദ് എന്ന് പറയപ്പെടാറുണ്ട്. എറണാകുളത്ത് സമ്മേളനം നടത്തിയ KNM-ന്റെ ആ വിഭാഗത്തെ എറണാകുളത്തായതുകൊണ്ട് അവിടെ നടത്തിയ മുജാഹിദിന് എറമു മുജാഹിദ് എന്ന് സാധാരണക്കാർ പരിചയപ്പെടാൻ വേണ്ടി അങ്ങനെ പറയാറുണ്ട്. ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല, അറിയാൻ വേണ്ടി പറയാം. ഇപ്പൊ നാം ആലോചിക്കാണ്, അതിനുശേഷം മുജാഹിദ് പ്രസ്ഥാനം വീണ്ടും KK സക്കരിയ സ്വലാഹി എന്ന് പറയുന്ന മാന്യദേഹത്തിന്റെ നേതൃത്വത്തിൽ വേറൊരു വിഭാഗം KNM-ൽ നിന്ന് മാറി ചിന്തിച്ച് വേറൊരു പാർട്ടായിട്ട് മാറി. അവര് എന്താ വിറ്റങ്ങൾക്ക് പേരെന്ന് അല്ലാഹു അഅലം. ഒരു മുജാഹിദ് ഗ്രൂപ്പ് അല്ലേ. സക്കരിയ സ്വലാഹി ഇപ്പോ സലഫികൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മൂപ്പർക്ക് എന്തൊക്കെയാ പറയാനുള്ളത് സലഫികൾക്ക് എന്ന് നമുക്കൊന്ന് വീക്ഷിക്കാം. അദ്ദേഹം ഒരു ടീമുമായിട്ട് ഇങ്ങനെ പോകുന്നതിന്റെ ഇടയ്ക്ക് മുന്നിൽ മൂപ്പരിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ബാക്കിലുള്ളവരൊക്കെ മാറിയിട്ട് ആ സാധു ഒറ്റക്കും വേറെ കുറെ ആളുകൾ വേറൊരു ഗ്രൂപ്പും. ഏതൊക്കെ മുജാഹിദാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയാത്ത വിധം വാളെടുത്തവർ മുഴുവൻ വെളിച്ചപ്പാട് എന്നൊക്കെ പറയണ മാതിരി എല്ലാരും ഗ്രൂപ്പാണ്. ഇപ്പൊ സുന്നിന്ന് പോയ ഒരാളാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു സഹോദരൻ ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചു. മൂപ്പരെ നേതൃത്വത്തിലൊരു ഗ്രൂപ്പ്. ഈയിടെയായി മഞ്ചേരി ജുമാക്ക് പള്ളിയിൽ കൂടിയപ്പോ അവിടെ ഖുതുബ നടക്കുമ്പോ പ്രശ്നമുണ്ടായി. ഖുതുബക്ക് അടിയായി ഒരു വിഭാഗം ഓടി. അവരെ കുറിച്ച് ഓട്ട മുജാഹിദ് എന്നാണ് അത്രേ പറയുന്നത്. പേരില്ല. അങ്ങനെ ഓട്ട മുജാഹിദ് ചില ആൾക്കാർ ഇതൊക്കെ പാടെ കണ്ടിട്ട് ഇങ്ങനെ മുജാഹിദിൽപ്പെട്ട ആൾക്കാര് ഗൾഫിൽ നിന്നൊക്കെ പോയി മുജാഹിദായി ഊക്കില് നാട്ടിൽ വന്ന് രണ്ട് വർത്താനം പറയാന്ന് കരുതി ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് അപ്പുറത്ത് മടവൂര്, ഇപ്പുറത്ത് വേറൊരു ഊര്, ജിന്നൂരി, അങ്ങനെ ഒരുപാട് ടീം അതിലിങ്ങനെ എങ്ങട്ടാ പോണ്ടത് എന്ന് അറിയാതെ ഇങ്ങനെ ആടി നിൽക്കുന്ന ആട്ട മുജാഹിദ് പറഞ്ഞിട്ട് വേറെ ഈ ഭാഗം. എവിടെ ചെന്നിട്ടും ഗതി കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുന്ന നെട്ടോട്ടാത്തി മുജാഹിദ് പറഞ്ഞിട്ട് വേറെ ഈ ഭാഗം. ഇങ്ങനെ മുജാഹിദ് വിഭാഗങ്ങൾ എത്രയെന്ന് വിശദീകരിക്കാൻ പോലും കഴിയാത്ത വിധം ആശയ പാപ്പരത്വം സമ്പൂർണ്ണമായി കൈവരിച്ചു എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെയായി നടത്തിയ തൗഹീദി പ്രഭാഷണത്തിലൂടെ അവർക്ക് സാധ്യമായത് എന്ന കാര്യത്തിൽ നമുക്കവരോട് സഹതാപമാണ്. എന്തേ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? EK അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ഈ പിളർപ്പിന്റെ ഘട്ടത്തിൽ ഒരു വിഭാഗത്തിന്റെ പ്രസിഡന്റ്ഷിപ്പിലേക്ക് കടന്നു വന്ന ആൾ, അയാൾ പറഞ്ഞത് മുജാഹിദ് വിഭാഗത്തിന് ഇത്തരത്തിലുള്ളൊരു പിളർപ്പുണ്ടാകാൻ കാരണം എന്താണ്? പല ആളുകളും അത്ഭുതപ്പെടുന്നുണ്ടാകും. മാധ്യമ പത്രത്തിൽ അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നു. പല ആളുകൾക്കും ആ വിഷയത്തിൽ അത്ഭുതം തോന്നിയേക്കാം, പക്ഷേ അത്ഭുതപ്പെടേണ്ടതില്ല. അദ്ദേഹം എഴുതുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്ക് തൗഹീദ് എന്താണ് എന്ന് പോലും അറിയാത്തവരായി ധാരാളം ആളുകൾ, സാധാരണക്കാരല്ല, നേതാക്കന്മാർക്ക് തൗഹീദ് എന്താണെന്ന് അറിയില്ല. വലിയ പ്രശ്നം തന്നെയാണ്. ഞാനത് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോ മുജാഹിദ് പ്രസ്ഥാനം ഏത് ഗ്രൂപ്പായാലും അവർക്കൊരു പോളിസി ഉണ്ട്, അവർക്കൊരു പ്രമാണമുണ്ട്. അതെന്താ? ഇവരുടെ പ്രമാണം ഖുർആനും സുന്നത്തുമാണ്. സാധാരണ പറയാറ്, എന്ത് പറഞ്ഞാലും ചോദിക്കും, ഖുർആനിലുണ്ടോ, സുന്നത്തിലുണ്ടോ, ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ? ഇതിങ്ങനെ ആവർത്തിച്ച് പറയണം, അല്ലേ?
ഖുർആനും സുന്നത്തും, ഇതാണ് മുജാഹിദ് വിഭാഗത്തിന്റെ പ്രമാണം. വെറുതെ ആരോപിക്കുകയല്ല. ഇവിടെ വന്ന വിഭാഗം സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണത്തിൽ കാണാം, മുസ്ലിങ്ങളുടെ പ്രമാണങ്ങൾ മദ്ഹബുകളല്ല ഖുർആനും സുന്നത്തുമാണെന്ന് തുറന്ന് പ്രഖ്യാപിച്ചതാണ് സംഘടന നടത്തിയ ഏറ്റവും വിപ്ലവകരമായ കാര്യം. സംഘടന നടത്തിയ ഏറ്റവും വിപ്ലവകരമായ കാര്യം മുസ്ലിങ്ങളുടെ പ്രമാണങ്ങൾ മദ്ഹബുകളല്ല ഖുർആനും സുന്നത്തുമാണെന്ന് തുറന്ന് പ്രഖ്യാപിച്ചതാണ് ഏറ്റവും വിപ്ലവകരമായ കാര്യം. ഒന്ന്, വീണ്ടും അതേ ലേഖനത്തിൽ ഖുർആനും സുന്നത്തും പ്രമാണമാക്കിയുള്ള പരിശോധനയിൽ പുരോഹിത മതം സൃഷ്ടിച്ചെടുത്ത വിശ്വാസങ്ങളും ആചാരങ്ങളുമെല്ലാം കടപുഴകുകയായിരുന്നു. അപ്പൊ ഖുർആനും സുന്നത്തും അടിസ്ഥാനത്തിലും പരിശോധന നടത്തിയപ്പോ പുരോഹിത മതം കടപുഴകി വീണു. ഞാൻ പറയുന്നു, മുജാഹിദ് വിഭാഗം തുടർച്ചയായി സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൗലിദ് സംബന്ധിയായി മാല വെച്ച് സ്ഥിരമായി സുന്നികളെ മോശമായ രീതിയിൽ പരാമർശിക്കുകയാണ്. ബസ് റൂട്ടിന്റെ ടൈം കഴിഞ്ഞാൽ ചിലപ്പോ ആളുകൾ പോകും. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുക, ഉള്ളേരികളിലൊക്കെ ഉള്ള മുജാഹിദ് പ്രവർത്തകർ പോകുന്നതിന് മുമ്പ് ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടെ പറയുന്നു, സുന്നികൾ മൗലിദ് കാലത്ത് അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസത്തിൽ ഓതാറുള്ള സബീനുണ്ട്, മങ്കൂസ് മൗലൂദ് തുടങ്ങിയ മൗലിദുകൾ ഉൾക്കൊള്ളുന്ന, മാലകൾ ഉൾക്കൊള്ളുന്ന സബീനയുണ്ട്. സബീനയിലുള്ള ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന മുർസൽ മാല മുതൽ സബീനയിലുള്ള സർവമാലയും സർവ മൗലൂദ്, ഓരോ വരിയും നിങ്ങൾ വന്നിട്ട് ഇന്ന വരി ഇന്ന ആയത്തിനെതിരെ, ഇന്ന വരി ഇന്ന ഹദീസിനെതിരെ എന്ന രീതിയിൽ നിങ്ങളുടെ കൂട്ടത്തിൽ പരാമർശിക്കാൻ തയ്യാറുള്ള, പാണ്ഡിത്യമുള്ള, ആർജവത്വമുള്ള, കഴിവുള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ സബീനയിലുള്ള സർവമാലയും സർവ മൗലൂദും വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ അത് സത്യസന്ധമാണ് എന്ന് സ്ഥാപിക്കാൻ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ആമുഖമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആമുഖം അതെന്തിനാച്ച പോണേന്റെ മുമ്പ് ഇനി എന്തൊക്കെയാ അവർ പറയാന്ന് ആലോചിച്ച് കുത്തിരിക്കണ്ട. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വിവരമുള്ളവരുണ്ട് എങ്കിൽ, അറിവുള്ളവരുണ്ട് എങ്കിൽ, പാണ്ഡിത്യമുള്ളവരുണ്ട് എങ്കിൽ, വിശുദ്ധ ഖുർആൻ അറിയുന്നവരുണ്ട് എങ്കിൽ, തിരു ഹദീസ് അറിയുന്നവരുണ്ട് എങ്കിൽ, സബീനയിലുള്ള മാലയും മൗലിദും ഒന്നൊന്നായി പുറത്തേക്ക് കൊണ്ടുവാ. എന്നിട്ട് അതുമായി ഒരു ചർച്ച പൊതുജനങ്ങളുടെ മുമ്പാകെ വെച്ച് നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ നിങ്ങളുടെ പെട്ടിയുടെ, ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണി അതോടുകൂടെ അടിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. സംശയം വേണ്ട. ഇത് വെറുതെ പറയല്ല, പരസ്യമായിട്ടാ പറയുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, മുജാഹിദ് സ്നേഹിതന്മാർ ചെയ്യേണ്ടത്, ബേജാറ് കൂടണ്ട, നേതാക്കന്മാരെ വിളിക്കുക. തലപ്പാറനായിക്കോട്ടെ, തലപ്പാറ വെച്ച് ഒരു തലക്കന്നെടുത്തോ, മൗലിദെടുത്തോ, മാലയെടുത്തോ, ഒട്ടനേകം മാലകളുണ്ട് അല്ലേ. വല്ല നീല തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാവു തീരം നൽകും ഞാനെന്നോവർ അല്ലേ, സുന്യാളെ പറഞ്ഞ് നെട്ടിക്കണേ. അതൊക്കെ അടക്കം നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് വിശദീകരിക്കുക. അത് കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന് പൊതുജനങ്ങളുടെ മുമ്പാകെ വെച്ച് ഓരോന്നിനും ആയത്ത് വെക്കും, ഹദീസ് വെക്കും. നിങ്ങളുടെ പ്രമാണം ഖുർആനും സുന്നത്തുമായതുകൊണ്ടാണ് ഞങ്ങൾ അതേ തെളിവെടുത്ത് ഖുർആനും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തെളിയിക്കുമെന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾ പറയാണ് ഖുർആൻ മാത്രമാണ് ഞങ്ങളുടെ പ്രമാണം എന്ന് പറയുകയാണ് എങ്കിൽ വിശുദ്ധ ഖുർആൻ മാത്രം വെച്ചുകൊണ്ട് സർവമാലയും സർവ മൗലീദും ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ തെളിയിച്ചു തരും. നിങ്ങൾക്കും പ്രമാണം ഖുർആൻ തന്നെ ആയിരിക്കണം. വേണ്ട,
വിശുദ്ധ ഖുർആനിലെ ഒന്നാമത് സൂറ സൂറത്തുൽ ഫാത്തിഹ മാത്രം വെച്ചാണ് എങ്കിൽ സൂറത്തുൽ ഫാത്തിഹ മാത്രം വെച്ച് വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ സൂറയായ നിസ്കാരത്തിൽ ആവർത്തിക്കുന്ന സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ് പ്രമാണമെന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ മാത്രം വെച്ച് സർവമാലയും സർവമൗലീദും നിങ്ങൾക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയും. നിങ്ങളുടെയും പ്രമാണം ഫാത്തിഹ ആയിരിക്കണം. നിങ്ങളെ ഊക്കൊന്ന് കാണാൻ പൂതിയുണ്ട് അങ്ങനല്ലേ? എത്രത്തോളം ചെള്ളി ചാടിയ മുട്ടോളം, പിന്നെ ചാടിയ ചട്ടിയോളം. അതിന്റെ അപ്പുറത്തേക്ക് പോകൂലേ? നമുക്കറിയാം, ഞങ്ങളായിട്ട് കുറെ കാലമായില്ലേ നമ്മൾ കളിക്കാൻ തുടങ്ങിയിട്ട്. ലാ ഫഹ്റ, അഹങ്കാരം പറയല്ല. അഹങ്കരിക്കണേ അപ്പുറത്ത് വല്ലതും വേണ്ടേ? അഹങ്കാരം പറയല്ല. നിങ്ങൾ വാ, എന്നിട്ടൊരു പുതിയ സംവേദനം നടക്കട്ടെ. എന്നിട്ട് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാകും എന്താണ് ആരാധന, എന്താണ് ആദരവ്, ഇതൊക്കെ മനസ്സിലാക്കാൻ പോവുക അല്ലേ? സാധാരണയായി മുജാഹിദ് പ്രസ്ഥാനങ്ങൾ പറയാറെന്താ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ മതമാണ്. ഈ മതത്തിൽ ഇടയാളന്മാരില്ല, ഇടയാളന്മാരുടെ സാന്നിധ്യമില്ല, അടിമ ഉടമ ബന്ധം പഠിപ്പിക്കുന്ന മതമാണ് ഈ മതം. ആ രീതിയിലാ പറയുക. എന്നിട്ട് ആരെങ്കിലും ഇടയാളന്മാരെ വിളിച്ചാൽ ഇസ്ലാം എന്ന് പുറത്ത് അങ്ങോട്ട് പറയന്നെ. ഏതെങ്കിലും ഒന്നോ രണ്ടോ ആയത്തുകൾ പഠിച്ചുകൊണ്ട് വരും, ഒന്ന് വാചകമടിക്കാൻ അറിയും, അപ്പോഴേക്കും ആളുകളെ കാഫിറാക്കാനും മുശ്രിക്കാക്കാനും ഇസ്ലാമിന്റെ പുറത്തേക്ക് തള്ളാനും ആർജവത്വം കാട്ടുന്ന ആ വിവരക്കേടിൽ നിന്ന് നിങ്ങൾ മാറണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇല്ലേ? ആദരവ്, ആളുകൾ ആദരിക്കാൻ, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുക, ആദരവ് കൂടാൻ പാടില്ല. എത്രയാണ് ആദരവിന്റെ കണക്ക്? എത്ര വരെ ഒരാളെ ആദരിക്കാം? അതിന് വല്ല കണക്കുണ്ടോ? നിങ്ങൾക്ക് പറയാൻ ഒക്കുമോ? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്തുണ്ട്, വഇദ് ഖുൽനാ ലിൽ മലായികതി ഉസ്ജുദൂ ലി ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. വിശുദ്ധ ഖുർആൻ വഇദ് ഖുൽനാ, നാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് ഒരു തവണയല്ല, ഒരു ഡസനിലധികം തവണ വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചത്. എന്താ പറഞ്ഞത്? വഇദ് ഖുൽനാ ലിൽ മലായിക ഉസ്ജുദൂ ലി ആദം. അല്ലാഹു പറയാൻ, പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിൽ ഓർക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യ സൃഷ്ടിപ്പിന്റെ പ്രഥമ ഘട്ടത്തിൽ നിർവഹിച്ചൊരു കർമ്മത്തെക്കുറിച്ച് ഖുർആനിലൂടെ ബോധ്യപ്പെടുത്തുന്നു. എന്താ പറഞ്ഞു? ഉസ്ജുദൂ ലി ആദം. ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യണം. അല്ലിമു ആദം എന്നല്ല, ആദമിനെ ബഹുമാനിക്കണം എന്നല്ല. അക്രിമു ആദം എന്നല്ല, ആദമിനെ ആദരിക്കണം എന്നല്ല. അത്തിഉ ആദം എന്നല്ല, ആദമിനെ അനുസരിക്കണം എന്നല്ല. ഉസ്ജുദൂ ലില്ലാഹ്, അല്ലാഹുവിനെ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞ അതേ രീതിയിൽ ഉസ്ജുദൂ ലി ആദം, ആദമിനെ സുജൂദ് ചെയ്യൂ. മുജാഹിദ് സഹോദരന്മാർ ആലോചിക്കുക, പടച്ച തമ്പുരാൻ ശിർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. മനുഷ്യരെ ആദ്യം തന്നെ പടച്ചു വെച്ചതിന് ശേഷം മലക്കുകളോട്, മലക്കുകളെ വരി ശിർക്ക് ചെയ്യുവീൻ എന്നാണോ പറഞ്ഞത്? വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സുജൂദ് എന്താണ് എന്ന് നിങ്ങൾ വന്നൊന്ന് വിശദീകരിക്കുക. ആദരവാണോ ആരാധനയാണോ? ആദരവാണെങ്കിൽ ആരാധനയാവാൻ എത്രയാണ് അതിന്റെ കണക്ക്? ഏതു വിധത്തിൽ ആദരിച്ചാലാണ് ആരാധനയാകുക? സുജൂദിന്റെ മേലുള്ളൊരു ആദരവ്.
പടച്ചോന് സുജൂദ് ചെയ്യാനല്ല പറഞ്ഞ്, പടപ്പിന് സുജൂദ് ചെയ്യാനാ പറഞ്ഞ്. വന്നിട്ട് വിശദീകരിക്ക്. അള്ളാഹു ശിർക്ക് പഠിപ്പിച്ചോ? തൗഹീദിനെതിരെ അള്ളാഹു പഠിപ്പിച്ചോ? പടച്ചോനല്ലാത്ത മറ്റൊരുത്തനെ ആരാധിക്കാൻ പടച്ചോൻ പഠിപ്പിച്ചോ? എന്തു പറയും? സൂറത്തുൽ ബഖറ ഓതുമ്പോ ഒന്ന് ആലോചിച്ചോണ്ട് നേതാക്കന്മാരോട് ചോദിക്ക്, ആദരവിന്റെ അതിര് നിശ്ചയിച്ചു തരട്ടെ അല്ലേ? എന്നിട്ട് ഇടയാളന്മാരെ പറ്റൂല എന്നാ പറയണത്. പടച്ചോ മതി. ചിലവരും ചോദിക്കുക, അലൈസല്ലാഹു ബി കാഫിൻ അബ്ദ, അടിമക്ക് അല്ല പോരാൻ പെണ്ണൊട്ടും കൂടി മാണ്ടാൻ തോന്നിപ്പോവും. പടച്ചോൻ പോരെ, പെണ്ണുങ്ങൾ വേണ്ടല്ലോ. ഓലെ ചോദ്യത്തിന്റെ ഊക്ക് ഇങ്ങനെ കേട്ടാൽ ഒരാൾ ഇസ്ലാമിലേക്ക് വരികയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ഒരാൾക്ക് മുസ്ലിം ആകണമെങ്കിൽ എന്തു പറയണം? അള്ളാഹുവും ഉടമയും അടിമയുമുള്ള ബന്ധത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഇസ്ലാം, ഇടയാളന്മാർക്ക് യാതൊരു പ്രവേശവും നൽകാത്ത ഇസ്ലാം, മധ്യവർത്തികൾക്ക് യാതൊരു ഇടപാടുമില്ലാത്ത ഇസ്ലാം അല്ലേ? പ്രസംഗിക്കാൻ നല്ല രസാ. ഇസ്ലാമിലേക്ക് ഒരാൾക്ക് കടന്നു വരണം. മധ്യവർത്തികളില്ലാത്ത ഇസ്ലാം എന്ന് പ്രസംഗിക്കുന്ന വഹാബി സഹോദരൻ, ഇടയാളന്മാർ വേണ്ടെന്ന് പറയാൻ വേദികൾ കെട്ടുന്ന ഇസ്ലാഹിക്കാരൻ, ആലോചിക്കുക. ഇസ്ലാമിലേക്ക് ഒരാൾക്ക് വരണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 ലക്ഷം പ്രാവശ്യം പറഞ്ഞാലും മുസ്ലിം ആകില്ല, മുസ്ലിമാവില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനില്ല, കാര്യമില്ല. മുസ്ലിം ആകണോ, ഇസ്ലാമിലേക്ക് പ്രവേശിക്കണോ, ലാ ഇലാഹ ഇല്ലല്ലയുടെ കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഇടയാളനെ, മധ്യവർത്തിയെ പറ